ഈ മേക്കിംഗ് ഓഫ് കണ്ടംപററി ഇന്ത്യ എന്നതിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യനാണ് തുടർന്ന് നോക്കാനുള്ളത്. 2023 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ തുടർച്ച. സ്കെച്ച് ദ പ്രൊവിഷൻസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ വകുപ്പുകൾ എന്തൊക്കെയായിരുന്നു, ഒപ്പം അതിന്റെ പ്രാധാന്യവും കൂടിയുണ്ട്. ഇൻട്രൊഡക്ഷൻ. Government of India Act of 1935 was a significant piece of legislation that reformed the governance of India. ഇന്ത്യയുടെ ഭരണത്തെ പരിഷ്കരിച്ച വളരെ ശ്രദ്ധേയമായ ഒരു നിയമപരിഷ്കാരമായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇറ്റ്സ് കീ പ്രൊവിഷൻസ് ഇൻക്ലൂഡ്. അതിന്റെ പ്രമുഖ സവിശേഷതകൾ ഇതൊക്കെയായിരുന്നു ബ്രിട്ടൻ അവതരിപ്പിച്ച ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ. ക്രിയേഷൻ ഓഫ് എ ബൈകാമറൽ ലെജിസ്ലേച്ചർ. ഇവിടെ ഒരു ദ്വിമണ്ഡല നിയമസഭ ഉണ്ടാക്കുക എന്നത് വലിയ പ്രത്യേകതയുള്ള ഒരു കാര്യമായിരുന്നു. ദി ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് എ ബൈകാമറൽ ലെജിസ്ലേച്ചർ അറ്റ് ദ സെന്റർ. കേന്ദ്രത്തിൽ രാജ്യസഭയും ലോക്സഭയും നമുക്ക് ഇന്ന് ഉള്ളതുപോലെ തന്നെ രണ്ട് സഭകളിൽ ചർച്ച ചെയ്യാനായിട്ട് ഒരു ബൈകാമറൽ ലെജിസ്ലേച്ചർ, ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. കൺസിസ്റ്റിംഗ് ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ദ ഫെഡറൽ അസംബ്ലി. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു അതിലൊരെണ്ണം. ഇത് നമ്മൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റിനെ വിളിക്കുന്നത് രാജ്യസഭ എന്നാണ്. ആൻഡ് ദ ഫെഡറൽ അസംബ്ലി, അതുപോലെ തന്നെ ഫെഡറൽ അസംബ്ലി എന്ന് പറയുന്ന ലോക്സഭ എന്ന് പറയുന്നതിന്റെ പതിപ്പ്, ഇത് രണ്ടും ഉണ്ടാക്കാനായിട്ടാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ പ്രൊവിഷൻ. എക്സ്പ്രസിംഗ് വോട്ടിംഗ് റൈറ്റ്സ്, എക്സ്പാൻഷൻ ഓഫ് വോട്ടിംഗ് റൈറ്റ്സ്. അതായത് നമുക്ക് വോട്ടവകാശം വിപുലപ്പെടുത്തി. ദി ആക്ട് എക്സ്പാൻഡഡ് വോട്ടിംഗ് റൈറ്റ്സ് ടു മോർ ഇന്ത്യൻസ്. കൂടുതൽ ഇന്ത്യക്കാർക്ക് വോട്ടവകാശം നൽകി വിപുലീകരിക്കുന്നു. ഈ ആക്ടിൽ അതിനും പ്രൊവിഷൻ ഉണ്ടാകും. ഓൾദോ ദ ഫ്രാഞ്ചൈസ് വാസ് സ്റ്റിൽ ലിമിറ്റഡ് ടു എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ. പക്ഷേ വോട്ടവകാശം, പ്രായപൂർത്തി വോട്ടവകാശം വളരെ ചെറിയൊരു അവകാശം, ചെറിയൊരു വിഭാഗം ജനസംഖ്യയ്ക്ക് മാത്രമായിട്ട് ഇത് പരിമിതപ്പെടുത്തിയിരുന്നെങ്കിൽ കൂടി കൂടുതൽ അളവിലേക്ക് അത് വിപുലപ്പെടുത്താൻ തയ്യാറായി. അടുത്തത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ഫെഡറൽ കോർട്ട്. ഒരു ഫെഡറൽ കോടതി എന്ന് പറയുന്നത് സ്ഥാപിച്ചു. ദി ആക്ട് എസ്റ്റാബ്ലിഷ് എ ഫെഡറൽ കോർട്ട് ടു ഇന്റർപ്രറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റിസോൾവ് ഡിസ്പ്യൂട്ട്സ്. ഭരണഘടന വ്യാഖ്യാനിക്കാനും തർക്കങ്ങൾ പരിഹരിക്കാനും ഒരു ഫെഡറൽ കോർട്ട് ഉണ്ടാക്കി. ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് പ്രൊവിൻസസ്. കേന്ദ്ര ഗവൺമെന്റും പ്രാദേശിക ഗവൺമെന്റുകളും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങളിൽ നിയമവ്യാഖ്യാനം നടത്താനും പരിഹരിക്കാനുമായിട്ട് ഒരു ഫെഡറൽ കോർട്ട് ഉണ്ടാക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 വാസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ്. എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അതിന്റെ പ്രസക്തി അല്ലെങ്കിൽ അത് പ്രധാനമാകുന്നത്? നമ്മുടെ ചോദ്യം അങ്ങനെ തന്നെയാണല്ലോ. സോ ഇറ്റ് മാർക്ക്ഡ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു മുഖ്യമായ ചുവടായിരുന്നു. ദി ആക്ട് വാസ് എ മേജർ സ്റ്റെപ്പ് ടുവേർഡ്സ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആസ് ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ ഫ്രെയിംവർക്ക് ഫോർ സെൽഫ് ഗവൺമെന്റ്. കാരണം അത് ആദ്യമായിട്ട് സ്വയംഭരണത്തിനുള്ള ഒരു ചട്ടക്കൂട് രൂപപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആൻഡ് പേവ്ഡ് ദ വേ ഫോർ ദ ഇവൻച്വൽ ട്രാൻസ്ഫർ ഓഫ് പവർ ഫ്രോം ബ്രിട്ടീഷ് ഹാൻഡ്സ് ടു ഇന്ത്യൻ ഹാൻഡ്സ്. ആത്യന്തികമായി ബ്രിട്ടീഷ് കരങ്ങളിൽ നിന്ന് ഇന്ത്യൻ കരങ്ങളിലേക്ക് അധികാര കൈമാറ്റം നടത്തുക എന്ന അതിനുള്ള വഴിതെളിക്കുകയും കൂടി ചെയ്തത് ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അതിന്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ്ഡ് ഫെഡറലിസം. ഫെഡറലിസം എന്ന ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ആ സംവിധാനം, കേന്ദ്രം സംസ്ഥാനം എന്നിങ്ങനെ തിരിച്ചിട്ടുള്ള ഭരണ സംവിധാനം, കേന്ദ്രത്തിൻ്റെതായ അവകാശങ്ങളും അധികാരങ്ങളും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കും അവരുടെ പ്രാദേശിക പ്രത്യേകതകളെ മാനിച്ചുകൊണ്ട് ഉള്ള ഫ്രീഡം, അങ്ങനെ ഒരു ക്രമീകരണം, ഇത് ഫെഡറൽ സംവിധാനം അത് അന്നേ ആവിഷ്കരിച്ചു എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ്. ദി ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് ഫെഡറലിസം ടു ഇന്ത്യ വിച്ച് ഹാസ് സിൻസ് ബിക്കം എ കോർണർ സ്റ്റോൺ ഓഫ് ദ കൺട്രീസ് ഗവർണൻസ് സ്ട്രക്ചർ. അന്ന് മുതൽ ഇന്നോളം രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ ഭരണ രീതിയിലെ ഒരു മൂലക്കല്ലായിട്ട് അത് മാറി എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് എക്സ്പാൻഡഡ് ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ ഇൻ ഗവർണൻസ്. ഇന്ത്യക്കാരുടെ ഗവൺമെന്റിലുള്ള പങ്കാളിത്തവും ഭരണത്തിലുള്ള പങ്കാളിത്തം വിപുലീകരിതമായി ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് മൂലം. ദി ആക്ട് എക്സ്പാൻഡഡ് ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ ഇൻ ഗവർണൻസ്. ഭരണത്തിൽ ഇന്ത്യൻ പങ്കാളിത്തം കൂടുതൽ വിപുലമാക്കി. ഓൾദോ ഇറ്റ് വാസ് സ്റ്റിൽ ലിമിറ്റഡ് ടു എ സ്മോൾ എലൈറ്റ്. അപ്പോഴും അത് ഒരു ചെറിയ വരേണ്യവർഗത്തിലെ ഉന്നതവർഗത്തിൽ മാത്രമായി പരിമിതപ്പെട്ടിരുന്നു എങ്കിൽ കൂടി. ഇത്രയും പ്രാധാന്യങ്ങളാണ് അതിനുള്ളത്. ഇനി 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ 23ാമത്തെ ചോദ്യം അതൊരു മറ്റൊരു എസ്സേയാണ്. ഇന്റർപ്രറ്റ് ദ അച്ചീവ്മെന്റ്സ് ഓഫ് നോൺ അലൈൻമെന്റ് ഓർ തേർഡ് വേൾഡ് ന്യൂട്രലിസം. നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ നേട്ടങ്ങളെക്കുറിച്ച്, നാമിന്റെ നേട്ടങ്ങളെക്കുറിച്ച് എന്നും ചോദിക്കാം. അല്ലെങ്കിൽ തേർഡ് വേൾഡ് ന്യൂട്രലിസം, മൂന്നാം ലോക രാജ്യങ്ങളുടെ ചേരികളിൽ ചേരാതെ, റഷ്യൻ ചേരിയിലോ അമേരിക്കൻ ചേരിയിലോ ചേരാതിരിക്കുന്ന ആ മനോഭാവം, ഇതിനെയാണ് ചോദിക്കുന്നത്.
The non-alignment movement now was a group of countries that emerged during the Cold War. ശീതസമര കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു കൂട്ടം രാജ്യങ്ങളെയാണ് നോൺ അലൈൻമെന്റ് കൺട്രീസ് എന്ന് പറയുന്നത്. സീക്കിംഗ് ടു മെയിൻറ്റെയിൻ ദർ ഇൻഡിപെൻഡൻസ് ആൻഡ് സോവറിനിറ്റി ഇൻ എ വേൾഡ് ഡോമിനേറ്റഡ് ബൈ ടു സൂപ്പർ പവേഴ്സ്. രണ്ട് സൂപ്പർ പവറുകൾ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ലോകത്തിൽ ആണ് സ്വാതന്ത്ര്യം കിട്ടിയ പുതിയ രാജ്യങ്ങൾ. ആ പുതിയ രാജ്യങ്ങൾ ഏത് ചേരിൽ ചേരണം ചേരണ്ട എന്നൊക്കെയുള്ള ഒരു ആശങ്ക ആ സമയത്തുണ്ടായി. ഓക്കെ, അപ്പോൾ അവർ ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് തീരുമാനിച്ചത്. ഡ്യൂറിങ് ദ കോൾഡ് വാർ പീരിയഡ് ദീസ് ന്യൂലി ഇൻഡിപെൻഡന്റ് നേഷൻസ് ഡിസൈഡഡ് ടു മെയിൻറ്റെയിൻ ദർ ഇൻഡിപെൻഡൻസ് ആൻഡ് സോവറിനിറ്റി. അവർ ഒരു ചേരിയിലും ചേരാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ചു. ദി അച്ചീവ്മെന്റ് ഓഫ് നാം ഇൻക്ലൂഡ്, അങ്ങനെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പ്രൊമോട്ടിംഗ് ഇൻഡിപെൻഡൻസ് ആൻഡ് സോവറിനിറ്റി, സ്വാതന്ത്ര്യവും പരമാധികാരവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയായിരുന്നു ചേരിചേരാ നയം എന്നത്. നാം ഹെൽപ്ഡ് ടു പ്രൊമോട്ട് ഇൻഡിപെൻഡൻസ് ആൻഡ് സോവറിനിറ്റി എമംഗ് ഇറ്റ്സ് മെമ്പർ കൺട്രീസ്. അതിന്റെ അംഗരാഷ്ട്രങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ പരമാധികാരത്വവും നിലനിർത്തുവാനായിട്ട് നാം അവരെ പ്രേരിപ്പിച്ചു. മെനി ഓഫ് വിച്ച് വേർ ന്യൂലി ഇൻഡിപെൻഡന്റ് ഫ്രം കൊളോണിയൽ റൂൾ. അവയിൽ പലരും പുതുതായി കോളനി ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായ രാജ്യങ്ങളാണ് എന്നുകൂടി ഓർമ്മിക്കണം. റെഡ്യൂസിങ് കോൾഡ് വാർ ടെൻഷൻസ്, അതായത് ശീതസമര സമ്മർദ്ദങ്ങൾ അത് കുറച്ചു എന്നതാണ് വാസ്തവം. അല്ല, ഈ പുതിയ രാജ്യങ്ങളും കൂടെ പോയി രണ്ട് പവർ ബ്ലോക്കുകളുടെ കൂടെ, റഷ്യയുടെ കൂടെയോ അമേരിക്കയുടെ കൂടെയോ ഒക്കെ ചേരുകയാണെങ്കിൽ അവർ കൂടുതൽ എന്ത് ചെയ്യുന്നു, പുതിയ യുദ്ധങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. അതുണ്ടായില്ല. നാം പ്ലേഡ് എ റോൾ ഇൻ റെഡ്യൂസിങ് ടെൻഷൻസ് ബിറ്റ്വീൻ ദ ടു സൂപ്പർ പവേഴ്സ്. ഈ സൂപ്പർ പവറുകളിൽ അതിൽ താല്പര്യമില്ല ഞങ്ങൾക്ക് എന്നാണ് ഈ പുതിയ സ്വതന്ത്ര രാഷ്ട്രങ്ങൾ പലതും പറഞ്ഞത്. അതിന് നേതൃത്വം കൊടുത്തത് ഇന്ത്യയും ഒക്കെയാണ് എന്നത് ഒരു അഭിമാനകരമായ കാര്യമാണ്. എന്തായാലും ആസ് ഇറ്റ് പ്രൊവൈഡഡ് എ പ്ലാറ്റ്ഫോം ഫോർ കൺട്രീസ് ടു എക്സ്പ്രസ് ദെയർ വ്യൂസ് ആൻഡ് ഇൻട്രസ്റ്റ്. രാജ്യങ്ങൾക്ക് അവരുടെ കാഴ്ചപ്പാടുകളും താല്പര്യങ്ങളും പ്രകടിപ്പിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തു എന്നുള്ളത്. ഔട്ട്സൈഡ് ഓഫ് ദ കോൾഡ് വാർ ഫ്രെയിംവർക്ക്, കോൾഡ് വാർ ഫ്രെയിംവർക്കിന് വെളിയിൽ. ഫോസ്റ്ററിങ് സൗത്ത് ഏഷ്യൻ കോപ്പറേഷൻ, അതായത് തെക്ക് കിഴക്കൻ ഏഷ്യയുടെ രാജ്യങ്ങൾ തമ്മിൽ സഹകരണം ഉണ്ടാക്കാനായിട്ട്, അത് ഊട്ടിയുറപ്പിക്കാനായിട്ട് ഇത് ഉപകരിച്ചു എന്നുള്ളതാണ്. നാം പ്രൊമോട്ടഡ് കോപ്പറേഷൻ എമംഗ് കൺട്രീസ് ഓഫ് ദ ഗ്ലോബൽ സൗത്ത്. ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങൾക്കിടയിൽ ഒരു വലിയ സഹകരണം ഉണ്ടാക്കാനായിട്ട് ഇത് വഴിതെളിച്ചു. വിച്ച് ഹെൽപ്ഡ് ടു ഫോസ്റ്റർ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ടൈസ് ബിറ്റ്വീൻ ദം. അങ്ങനെ ആ രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക ബന്ധങ്ങളും അതുപോലെ തന്നെ ഒക്കെ സൃഷ്ടിക്കാനായിട്ട്, സാംസ്കാരിക ബന്ധങ്ങളൊക്കെ സൃഷ്ടിക്കാനായിട്ട് ഉപകരിച്ചു. 24ാമത്തെ ചോദ്യം ഇതുപോലെ തന്നെ മറ്റൊരു എസ്സേയാണ്, ലോങ് എസ്സേയാണ്. വാട്ട് ഈസ് ദ വൈറ്റ് റെവല്യൂഷൻ? എന്താണ് ധവള വിപ്ലവം? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ്. ധവള വിപ്ലവത്തിന്റെ, വൈറ്റ് റെവല്യൂഷന്റെ സവിശേഷതകൾ അതൊക്കെയാണ്. വൈറ്റ് റെവല്യൂഷൻ ഓൾസോ നോൺ ആസ് ഓപ്പറേഷൻ ഫ്ലഡ്. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഓപ്പറേഷൻ ഫ്ലഡ് എന്ന്. പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും വൈറ്റ് റെവല്യൂഷൻ എന്ന് നേരിട്ട് 2 മാർക്കിന്റെ ചോദിക്കാതെ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഇറ്റ് വാസ് എ ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ ഇൻ ദ 1970s. 1970കളിൽ ഇന്ത്യയിൽ ആവിഷ്കരിച്ച ഒരു ഡയറി, ക്ഷീര വികസന, പാലുൽപാദനത്തിലുള്ള വർധനവുണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. അതിന്റെ സവിശേഷതകൾ ഇതൊക്കെയാണ്. ഒന്ന്, ഇൻക്രീസിംഗ് മിൽക്ക് പ്രൊഡക്ഷൻ, വർദ്ധിച്ച തോതിലുള്ള പാലുൽപാദനം. ദ പ്രോഗ്രാം എയിംഡ് ടു ഇൻക്രീസ് മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പാലുൽപാദന വർധനവ് ഈ ക്ഷീര വിപ്ലവം അഥവാ വൈറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് ലക്ഷ്യമിട്ടിരുന്നു. ത്രൂ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ഡയറി ടെക്നോളജീസ് ആൻഡ് ബ്രീഡിംഗ് പ്രാക്ടീസസ്. പുതിയ പാലുൽപാദന സങ്കേതങ്ങൾ ഉപയോഗിച്ചും പുതിയ കന്നുകാലി ഉൽപാദന സമ്പ്രദായങ്ങൾ ഉപയോഗിച്ചുമാണ് ഇത് നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത്. ക്രിയേറ്റിംഗ് എ നാഷണൽ മിൽക്ക് ഗ്രിഡ്, ഒരു ദേശീയ മിൽക്ക് ഗ്രിഡ് സ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യവും ഇത് ഉണ്ടാക്കിയിരുന്നു. ക്രിയേറ്റിംഗ് എ നാഷണൽ മിൽക്ക് ഗ്രിഡ്. ദ പ്രോഗ്രാം ക്രിയേറ്റഡ് എ നാഷണൽ മിൽക്ക് ഗ്രിഡ് വിച്ച് കണക്റ്റഡ് ഡയറി ഫാർമേഴ്സ് ടു മിൽക്ക് പ്രോസസിംഗ് പ്ലാന്റ്സ്. ഡയറി ഫാർമേഴ്സിനെ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകളുമായിട്ട് ഒരു കണക്ഷൻ സ്ഥാപിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് കൺസ്യൂമേഴ്സ്, അതുപോലെ തന്നെ ഉപഭോക്താക്കളുമായിട്ടും ഡയറി ഫാമുകൾക്ക് മിൽക്ക് പ്രൊഡ്യൂസിങ് പ്ലാന്റുകളുമായിട്ടും അതുപോലെ തന്നെ അത് വാങ്ങിക്കുന്ന ഉപഭോക്താക്കളുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇത് ഉപകരിച്ചു എന്നുള്ളതാണ്. എംപവറിംഗ് ഡയറി ഫാർമേഴ്സ്, അതുപോലെ തന്നെ ക്ഷീരോത്പാദന കർഷകരെ ശക്തിപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിച്ചു ഇതിന്റെ ഭാഗമായിട്ട് എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. ദ പ്രോഗ്രാം എംപവേർഡ് ഡയറി ഫാർമേഴ്സ് ബൈ പ്രൊവൈഡിംഗ് ദം വിത്ത് ആക്സസ് ടു ന്യൂ ടെക്നോളജീസ്. ഡയറി ഫാർമേഴ്സിന് ഈ പ്രോഗ്രാം ശാക്തീകരണം നടത്തി അവർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ, കമ്പോളങ്ങൾ, സാമ്പത്തിക സേവനങ്ങൾ ഇവയിലേക്ക് അവർക്ക്
സ്വീകരണം നൽകിക്കൊണ്ട് അവർക്ക് പ്രവേശനം നൽകിക്കൊണ്ട് എന്നുള്ളതാണ്. ഇത്തരം പോയിന്റ്സ് ഒക്കെയാണ് നമുക്ക് അതിനകത്ത് എഴുതേണ്ടത്. 25ാമത്തേത് മറ്റൊരു എസ്സേ ആണ്, ലോങ് എസ്സേ തന്നെയാണ്, 15 മാർക്കിന്റെ. അനലൈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദ എമർജൻസ് ഓഫ് കമ്മ്യൂണലിസം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കമ്മ്യൂണലിസം കടന്നു വന്നതിന്റെ പശ്ചാത്തലം വിശകലനം ചെയ്യുക എന്നാണ്. ആൻഡ് ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസ്ഡ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഈ വർഗീയവാദം അഥവാ കമ്മ്യൂണലിസം എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ബാധിച്ചത് എന്നുകൂടി ചർച്ച ചെയ്യുക എന്നാണ്. നമുക്ക് ഉത്തരം നോക്കാം. കമ്മ്യൂണലിസം ഇൻ ഇന്ത്യ ഹാസ് എ കോംപ്ലക്സ് ആൻഡ് മൾട്ടിഫേസറ്റഡ് ബാക്ക്ഗ്രൗണ്ട്. കമ്മ്യൂണലിസത്തിൽ ഇന്ത്യയിലെ മതമൗലികവാദത്തിനും വർഗീയവാദത്തിനുമൊക്കെ ഒരു ബഹുമുഖമായ പശ്ചാത്തല ഘടനയാണുള്ളതെന്ന് പറയാം. ഒന്ന്, കൊളോണിയൽ ലെഗസി. കൊളോണി ഭരണകാലത്ത് കിട്ടിയ ഒരു പിന്തുടർച്ചയോ പൈതൃകമാണ് ഈ വർഗീയതയുടെ പേരിലുള്ള സംഘടനകൾ എന്ന് വേണമെങ്കിൽ പറയാം. ദ ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡ് സോ ദ ക്രിയേഷൻ ഓഫ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ആൻഡ് ദ പ്രൊമോഷൻ ഓഫ് കമ്മ്യൂണൽ ഐഡന്റിറ്റീസ്. ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടം പ്രത്യേകം ഇലക്ടറേറ്റുകൾ രണ്ട് മതക്കാർക്കും, മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും വേണമെന്ന് ഉള്ള സംവിധാനം ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ ഓരോ മത വിഭാഗത്തെയും പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ കാര്യത്തിലൊക്കെ. വിച്ച് കോൺട്രിബ്യൂട്ടഡ് ടു ദ എമർജൻസ് ഓഫ് കമ്മ്യൂണലിസം. അതും ഇന്ത്യയിലെ മതലഹളകൾ ഉണ്ടായി വരുന്നതിന്, വർഗീയവാദങ്ങൾ ഉണ്ടായി വരുന്നതിന് കാരണമായി. പാർട്ടീഷൻ ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർമാത്ത്. പിന്നെ ഇന്ത്യ വിഭജനവും അതിന് അനന്തരഫലങ്ങളും അതിന്റെ ആഫ്റ്റർമാത്തും. ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇൻ 1947 led to a large scale violence. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1947 ഉണ്ടായ വിഭജനം വൻതോതിലുള്ള അക്രമത്തിൽ കലാശിച്ചിരുന്നു. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, ഒരുപാട് പേരുടെ കുടിയൊഴിപ്പിക്കലിനും സ്ഥലം മാറിപ്പോകലിനും ഒക്കെ കാരണമായി. വിച്ച് ഫർദർ എൻട്രഞ്ച്ഡ് കമ്മ്യൂണൽ ഐഡന്റിറ്റീസ്. ഇത് മതപരമായ വികാരങ്ങളെ കൂടുതൽ വേദനിപ്പിച്ച് വ്രണപ്പെടുത്തി. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്. കൂടാതെ സാമ്പത്തികവും സാമൂഹികപരമായ ഘടകങ്ങളും ഇതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് സച്ച് ആസ് പോവർട്ടി, ഇനീക്വാലിറ്റി ആൻഡ് കോമ്പറ്റീഷൻ. അതായത് ദാരിദ്ര്യം, അസമത്വം, പിന്നെ മത്സരം, വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം, അതായത് ഭൂമി, മറ്റ് സാമ്പത്തിക വിഭവങ്ങൾ, കൃഷിഭൂമി എന്നിവയ്ക്കൊക്കെ വേണ്ടിയുള്ള മത്സരം, ഇതും സമ്മർദ്ദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. മാനസിക സമ്മർദ്ദങ്ങൾക്ക്. ഹാവ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ എമർജൻസ് ഓഫ് കമ്മ്യൂണലിസം. അതും ഈ വർഗീയവാദത്തിന് കാരണമായിട്ടുണ്ട്. കമ്മ്യൂണലിസം ഹാസ് ഹാഡ് എ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യൻ പൊളിറ്റിക്സ് ഇൻക്ലൂഡിങ് പോളറൈസിംഗ് ഓഫ് വോട്ടേഴ്സ്. കമ്മ്യൂണലിസം ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. വോട്ടർമാരെ രണ്ട് ധ്രുവങ്ങളിലേക്ക് തിരിക്കാനായിട്ട് ഈ കമ്മ്യൂണലിസം ഉപയോഗപ്പെടുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. കമ്മ്യൂണലിസം ഹാസ് ലെഡ് ടു ദ പോളറൈസേഷൻ ഓഫ് വോട്ട്സ് കമ്മ്യൂണൽ ലൈൻസ്. മതത്തിന്റെ പേരിലാണ് ഈ വോട്ട് വിഭജനം നടക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ വോട്ട് കേന്ദ്രീകരണം നടക്കുന്നത് എന്നുള്ളതാണ്. വിച്ച് ഹാസ് അഫക്റ്റഡ് ഇലക്ട്രൽ ഔട്ട്കംസ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇലക്ഷൻ ഫലങ്ങളെയും അത് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. റൈസ് ഓഫ് കമ്മ്യൂണൽ പാർട്ടീസ്. അതായത് മതത്തിന്റെ പേരിലുള്ള വർഗീയ പാർട്ടികൾ രൂപം കൊണ്ടു എന്നതാണ് മറ്റൊരു പ്രത്യേകത. കമ്മ്യൂണൽ പാർട്ടീസ് ഹാവ് റൈസൺ ടു പവർ ഇൻ ഇന്ത്യ. വർഗീയ പാർട്ടികൾ ഇന്ത്യയിൽ ഉയർന്നു വരുവാനായിട്ട് ഇത് കാരണമായി. ഓപ്പൺ യൂസിങ് കമ്മ്യൂണൽ റെട്ടോറിക് ആൻഡ് അജൻഡാസ് ടു മൊബിലൈസ് സപ്പോർട്ട്. പലപ്പോഴും മതപരമായിട്ടുള്ള ആശയങ്ങളും അജണ്ടകളും സമാഹരിച്ച് കൊണ്ട് അവർക്ക് പിന്തുണ സമാഹരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇമ്പാക്റ്റ് ഓൺ സോഷ്യൽ കൊഹഷൻ. സാമൂഹികപരമായ ആ കൂട്ടുകെട്ടിന് അല്ലെങ്കിൽ കെട്ടുറപ്പിന് അത് പ്രത്യാഘാതം ഉണ്ടാക്കി. കമ്മ്യൂണിസം ഹാസ് ഹാഡ് എ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ സോഷ്യൽ കൊഹഷൻ. സാമൂഹികമായ കെട്ടുറപ്പിന് ഇതൊരു ദോഷകരമായ പ്രതിഫലനമാണ് ഉണ്ടാക്കിയത്. ലീഡിങ് ടു ഇൻക്രീസ്ഡ് ടെൻഷൻ ആൻഡ് വയലൻസ് ബിറ്റ്വീൻ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ്. വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ വർദ്ധിച്ച തോതിലുള്ള ടെൻഷൻ ഉണ്ടാക്കുകയും അക്രമങ്ങൾ ഉണ്ടാക്കുകയും വയലൻസ് ഇത് കാരണമാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് നമുക്ക് 2023 ക്വസ്റ്റ്യൻ പേപ്പർ എസ്ഐസ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇടുന്നത്.